ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറേ പേര് കമൻസിലൊക്കെ വന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. സോ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ ഞാൻ രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് ഉച്ച. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ മോർണിംഗ് റുട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെയിം റുട്ടീൻ തന്നെയാണ് രാവിലെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം തൊട്ട് തുടങ്ങാം, കാരണം ആ സെയിം തിങ് റിപ്പീറ്റ് അടിക്കണം ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ. ഇനി എൻ്റെ മോർണിംഗ് റുട്ടീൻ കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടാൽ മതി. അപ്പം നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലോട്ട് പോവാണ്. കുറേ നാളായി അങ്ങോട്ട് പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് ഒരു സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പോവാണ്, ഞാനും അമ്മയും. അപ്പു ഉണ്ട്, അപ്പുവിനെ പോണ വഴിക്ക് പിക്ക് ചെയ്യണം. ബാക്കി നമുക്കിനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. സോ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. എടാ ഞാൻ ബാക്കിലിരിക്കടാ. ഹായ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫാ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ. ഇനി നമ്മൾ നേരെ എൻ്റെ പാട്ട് മാഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് പോകുന്നത്. കുറേ ഈ പാട്ട് ക്ലാസ്സൊക്കെ നിർത്തി വെച്ചിട്ട് അപ്പോൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാഷിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് മാഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും. അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അല്ല, അതങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉറപ്പുണ്ട്. കാരണം എല്ലാരും അടിയുണ്ട്. പിന്നെ അങ്ങനെയുള്ള മാത്രമല്ല, സുഖല്ലേ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ അപ്പുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം കീഴറക്കൂലം. അവിടെ ഇന്ന് പ്രതിഷ്ഠാ ദിനമായതുകൊണ്ട് ഇന്ന് ഫുഡൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ തൊഴുതു. അമ്പലത്തിൻ്റെ ഉള്ളിൽ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ടാ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് അമ്പലത്തിൽ നിന്ന് കേട്ടോ. വാ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അപ്പൂനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ പോയി. ഞാനും അമ്മയും കൂടെ പോയായിരുന്നു, കാരണം അച്ഛനെയും അമ്മമ്മേനെയും കണ്ടിട്ട് കുറേ അപ്പം ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയും കയറി. ഇതാണ് കേട്ടോ അപ്പൂൻ്റെ വീട്. പിന്നെ ആ കാണുന്നതാണ് അവൻ്റെ അച്ഛനും അമ്മമ്മയൊക്കെ നിൽക്കുന്ന വീട്, അവരുടെ തറവാട് വീട്. സോ ഇതാണ് അപ്പുവും റിച്ചുവും രേഖമ്മയുടെയും ദിനോദാപ്പൻ്റെയും വീട്. അപ്പം ഞങ്ങൾ പോകുമ്പം തന്നെ എല്ലാവരും പുറത്തിരിപ്പുണ്ടായിരുന്നു, അച്ഛനും അമ്മമ്മയും അതുപോലെ അവൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ പുറത്തിരുന്ന് വർത്താനം പറയായിരുന്നു. അപ്പം ഞങ്ങളും പോയി, ഞങ്ങളും ജോയിൻ ചെയ്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ എല്ലാവരുടെയും വീട് അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ വീട് തമ്മിൽ. പിന്നെ വീട്ടിലെത്തി നേരെ ഹൺഡ്രൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവനോട് കുറച്ച് നേരം വർത്താനം പറയണം, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. വെയിറ്റ് ചെയ്തിരുന്ന് മുഷിഞ്ഞ ആരാ വെയിറ്റ് ചെയ്യണ്ടവൻ? നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയേക്കല്ലായിരുന്നു അല്ലേ ആണ്ടോ? എനിക്ക് പോയി വന്നപ്പോൾ തന്നെ ഒരു മെയിലോ എന്തോ ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു, അതാണ് ഞാൻ ഡ്രസ്സ് പോലും മാറാണ്ട് അത് ചെയ്തത്. പിന്നെ അതൊക്കെ അയച്ചു. മെയിൽ തന്നെയായിരുന്നു തോന്നുന്നു, മെയിൽ അയക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ അയച്ചു. പിന്നെ നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി, ഒന്ന് ഫ്രഷ് ആവണമല്ലോ. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകി. ഞാൻ ഐലൈനർ മായാതെ കഷ്ടപ്പെട്ട്
എനിക്കിനി ആദ്യം എഴുതാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ കുറച്ച് ഭംഗിയിലിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഐലൈനർ ഞാൻ മായ്ക്കാതെ തട്ടാതെ മുഖമൊക്കെ കഴുകി വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4:30 ആവാനായിട്ടോ സമയം. വൈകിട്ട് ഇന്നത്തെ ലഞ്ചും ഒക്കെ ആക്ച്വലി വീട്ടിലുണ്ടാക്കിയതായിരുന്നു ലഞ്ച്. പക്ഷേ ഇവിടെ ഞാൻ പറശ്ശിനി പോകുന്നത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നേ. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ തീരുമാനിച്ചതാണ് ഇന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ അത് പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ കീഴറക്കൂലത്ത് പോയത് എനിക്ക് അവിടെ അമ്പലത്തിലൊരു ഭണ്ഡാരത്തിലൊരു പൈസ ഇടാനൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടി പോയതാ. അപ്പം വരുന്ന വഴി അവിടെയും കൂടെ കയറിയിട്ട് അത് ഇടാമെന്ന് അത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. അവിടെ ഇന്ന് പ്രതിഷ്ഠയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അവിടെ പോയപ്പോഴാണ് അങ്ങനെ അറിഞ്ഞതും അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞതും. അപ്പം ഞങ്ങളെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കും അമ്പലത്തിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അങ്ങനെ ഞാൻ അമ്മയോട് വന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതാട്ടോ. അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ആയിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അപ്പൂൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ എനിക്കറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫോണിൽ നോക്കിയിരിക്കുമായിരിക്കും. അല്ലാണ്ട് ഈ സമയത്ത് ഞാൻ വേറൊന്നും ചെയ്യില്ല. ഫോൺ, TV, യൂട്യൂബ് അങ്ങനെയൊക്കെയാണ്. യൂട്യൂബ് തന്നെയാട്ടോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് ഇരുന്ന് കാണും. പിന്നെ ലോങ് വീഡിയോസ് ഞാൻ കുറേ വ്ളോഗേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള. അപ്പോൾ അവരുടെയൊക്കെ വ്ളോഗൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കാണും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ മധുരം കഴിക്കാനൊരു ക്രേവിങ്സ് തോന്നി. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഞാൻ മേടിച്ച് വെച്ചിട്ട് അത് തുറന്നു പോലും നോക്കിയിട്ടില്ല ഞാൻ ഓർത്തെ. എന്നിട്ട് പിന്നെ അത് കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോയിട്ടോ. പക്ഷേ അത് വലിയ വൈബില്ലായിരുന്നു. ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് മേടിച്ചത്. എനിക്കങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീം വലിയ ഇഷ്ടമല്ല. സ്ട്രോബെറി എനിക്ക് വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പിന്നെ അത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെയും ഓക്കെ ആയിട്ട് തോന്നിയൊരു ഫ്ലേവർ. അപ്പോൾ ഞാനത് മേടിച്ച്. പക്ഷെ അത് വലിയ വൈബില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിച്ചിട്ട് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കും ഞാൻ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലേന്ന്. ഞാനത് ചെറുപ്പം മുതലേ ശീലിച്ച് വന്നുകൊണ്ട് എനിക്കങ്ങനെ തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും വരാറില്ല ഐസ്ക്രീം കഴിച്ചാൽ. അത് ഓരോരുത്തരെ മെൻറ്റാലിറ്റിയാണ്. കഴിച്ചാൽ തൊണ്ടവേദന എടുക്കും, ചുമ വരുന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ വരും. പക്ഷെ നമ്മളതിനോട് യൂസ്ഡ് ആയാൽ അതൊരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ വൈകിട്ടാകുമ്പോൾ അമ്മ അടിച്ചു വാരാനൊക്കെ പുറത്തിറങ്ങുമല്ലോ. അപ്പം ഞാനും പുറത്തിറങ്ങും. കാരണം ഏത് നേരം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങും. ഈ ടൈം ആകുമ്പോൾ പിന്നെ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ കളത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. കുറേ സ്ഥലങ്ങളുണ്ട്. ചുമ്മാ അങ്ങനെ നടക്കും. പിന്നെ കുറേ നേരം ഹണ്ടറിൻ്റെ കൂടെ ഇങ്ങനെ ചുമ്മാ എന്തൊക്കെ വർത്താനം പറഞ്ഞും കളിച്ചൊക്കെ ഇരിക്കും. അതാണ് വൈകുന്നേരം അങ്ങനെ ചെയ്യുക. പിന്നെ ഇത് കഴിയുമ്പോഴേക്കും ഹണ്ടറിനെ അമ്മ ട്രെയിൻ ചെയ്യും. അടിച്ചു വാരിയൊക്കെ കഴിയുമ്പോൾ ഹണ്ടറിനെ ട്രെയിൻ ചെയ്യും. അപ്പം പിന്നെ ഞാനും കൂടെ നിൽക്കും ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടും അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കിയിട്ടും. നല്ല രസമാട്ടോ. അവൻ്റെ ഹീൽ വാക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അവൻ നല്ല അടിപൊളിയായിട്ട് ഹീൽ വാക്കൊക്കെ ചെയ്യും. പിന്നെ പറഞ്ഞതൊക്കെ കേൾക്കും. നല്ല കുട്ടിയാട്ടോ ഞങ്ങളുടെ ഹണ്ടർ. നല്ല ഗുഡ് ബോയ് ആണ് അവൻ. കണ്ടോ ഞങ്ങളുടെ ഹണ്ടറിൻ്റെ ഹീൽ വാക്ക്. എനിക്ക് പണ്ട് പെറ്റ്സിനെ വലിയ ഇഷ്ടമല്ലായിരുന്നേ. ഇവനെ മേടിക്കുമ്പോഴും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇവൻ വീട്ടിൽ വന്ന് ഇവനുമായിട്ട് അറ്റാച്ച്ഡ് ആയപ്പോൾ ഇവനെന്തോ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ എന്താണെന്നല്ല, ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി ഇവനുമായിട്ട്. പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കുളിക്കാണ്ടാണോ വിളക്ക് കൊളുത്തിയെന്ന്. ഞാൻ ഓൾറെഡി രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചതാണ് കേട്ടോ. പിന്നെ വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ കാലുമുഖമൊക്കെ കഴുകിയിട്ട് തന്നെയാണ് കൊളുത്തിയത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയുള്ള കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് കുളിക്കാണ്ടാണോ വിളക്ക് കൊളുത്തിയെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചനും അച്ചമ്മയൊക്കെ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ടി വി ഒക്കെ കാണും. പിന്നെ അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കും. നമ്മൾ അധികം ലേറ്റ് ആവാറില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡും കഴിച്ചിട്ട് അന്ന് എനിക്കും അമ്മയ്ക്കും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ അതിരുന്ന് ചെയ്യുമായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ ഇത്ര നേരം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട്. ഇത്രയും നേരം ഞാനും അമ്മയും അച്ഛമ്മയും കൂടെ ടി വി കാണുമായിരുന്നു. അച്ഛമ്മയും അച്ഛനും ഷോപ്പ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. അപ്പം അവർ രണ്ടാളും രാവിലെ ഷോപ്പിൽ പോയിട്ട് വൈകിട്ട് ഒരു 6:30 6:45 ആവും വീടെത്താൻ. അപ്പം അത് കഴിഞ്ഞ് അവർ ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഒരു 8 മണിക്ക് മുമ്പ് എപ്പോഴും ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളിരുന്ന് ടി വി കാണും, വർത്താനം പറയും. അച്ഛൻ പെട്ടെന്ന് കിടക്കും. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ടി വി ഒക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഇത്രയും സമയമാവും. അപ്പോൾ ഇന്നും അതേപോലെ ആയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ടി വി അങ്ങനെ ഫുൾ ടൈം കണ്ടിരിക്കില്ല. അച്ഛമ്മയും അമ്മയും കാണും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എൻ്റെ കലാപരിപാടികൾ ചെയ്യാറുണ്ട്, എഡിറ്റിങ് അല്ലെങ്കിൽ പാട്ട് പാടുക അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. യൂഷ്വലി ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്തൊക്കെയോ കുറേ എന്തോ ടെൻഷൻസ് ഉണ്ട്. ഐ മീൻ എനിക്കറിയാം എന്താ ടെൻഷൻ ഉണ്ട്. അപ്പോൾ കുറേ മേജർ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ടെൻഷൻസും കുറച്ചൊരു സന്തോഷമുണ്ട്, അതുപോലെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് കുറേ നേരം മുമ്പ് വരെ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഭേദമുണ്ട്. അപ്പം എന്തോ ഭയങ്കര ഒരു ഹെവി ഫീൽ എന്ന് പറയില്ല, നമ്മൾ മനസ്സിന് എന്തോ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു ഫീല്. അപ്പം അതുകൊണ്ട് ഇന്ന് എനിക്ക് തീരെ ഒരു എനർജി ഇല്ലാത്ത പോലെയോ ഒരു മൂഡില്ലാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാനും. അപ്പോൾ ഇപ്പം എൻ്റെ ഒന്നാമത് അറിയില്ല, എന്തൊക്കെയോ പറയുന്നത്, ഇതാ ഞാൻ പറഞ്ഞത്. എനിക്കെന്തോ എന്തൊക്കെയോ മനസ്സിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യാത്തതും ഇപ്പം കുറച്ച് എനിക്കറിയാം, കുറച്ച് ലാഗ് വന്നു വീഡിയോസ് ഇടാൻ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട്. ഞാൻ 2 വീഡിയോ, നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ചാലഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ചാലഞ്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അത് 2 എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. അപ്പം ആ 2 കോണ്ടന്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പോൾ അതാണ് ആ ഒരു വീക്ക് ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുന്നേ വേറൊരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണും. അതിന് കുറച്ച് നാൾ മുമ്പ്, കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം അത് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഞാനിപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് ഈ വീഡിയോക്ക് മുമ്പ് നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ എവിടേക്കോ എത്തി. അപ്പം അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇന്ന് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാ. പക്ഷെ ഇന്ന് ഭയങ്കര ബോറിംഗ് ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഒന്ന് കുളിക്കാൻ പോവാ. ഭയങ്കര ചൂട് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഇടയ്ക്ക് മഴ പെയ്യുന്നു, മഴക്കാറ്, അതൊക്കെ കൊണ്ടാന്നല്ല, ഭയങ്കര ചൂട്. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ വെയിലുമായിരുന്നു. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒടുക്കത്തെ വെയിലും ചൂടും. എനിക്ക് എന്തൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കുളിക്കാന്ന്. അപ്പൊ ഞാൻ എൻ്റെ തലയൊക്കെ ഭയങ്കര ഓയിലി ഫീല്. അപ്പൊ എനിക്കാണെങ്കിൽ നാളെ ഒരു ഫോട്ടോഷൂട്ടും ഉണ്ട് രാവിലെ. അപ്പൊ രാവിലെ എണീറ്റ് കുളിച്ചാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് തലയും കൂടെ കുളിക്കാം ഇപ്പൊ തന്നെ. ഇന്നിപ്പോ 2 കുളിയായി. സാധാരണ ഒരു കുളിയെ ഒരു ദിവസം കുളിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടും എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാം. പിന്നെ ഷൂട്ടും ഇല്ല അതുകൊണ്ട്. അപ്പം ഇനി ഞാൻ പോയി കുളിക്കട്ടെ. ഇനി ഞാൻ കുളിച്ചില്ലെങ്കിൽ ഭയങ്കര ലേറ്റാകും. ഇപ്പം തന്നെ നല്ല ലേറ്റായി. ഈ സമയത്ത് കുളിക്കാൻ പാടില്ല. കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലർക്ക് ജലദോഷം അങ്ങനെയൊക്കെ വരുമല്ലോ ലേറ്റ് നൈറ്റ് കുളിച്ചാൽ. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് പിന്നെ കിടക്കും. വേറെ പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയി കുളിക്കട്ടെ. ഓക്കെ.
അങ്ങനെ കുളിച്ചൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരിയും ബ്ലൗസൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. അതൊക്കെ എടുത്ത് താഴെ കൊണ്ടുവച്ചാൽ പിന്നെ പെട്ടെന്ന് എണീറ്റ് സാരി ഉടുത്തിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കുമായിരുന്നു. പിന്നെ അതിന് മുന്നേ താഴെ പോണതിന് മുന്നേ ഞാൻ സ്കിൻ കെയർ പരിപാടികളൊക്കെ തീർക്കും, കാരണം അതൊക്കെ എൻ്റെ മുറിയിലാണല്ലോ ഇരിക്കുന്നത്. ഹായ് ഗൈസ്, ഞാൻ കുളിച്ചു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കുളിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കമൊക്കെ പോയി. ഇനിയിപ്പം എന്താ ചെയ്യാം. പക്ഷെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ട് കേട്ടോ, നല്ല സുഖം. കുളിച്ചപ്പോൾ നല്ലൊരു എന്തൊരു ഉന്മേഷം, നേരത്തെ ഇല്ലാണ്ടിരുന്ന ആ ഒരു എനർജി ഇപ്പം കിട്ടിയ പോലെ ഒരു ഫീല്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി മിക്കവാറും ഒരുപാട് ലേറ്റ് ആകാൻ പറ്റില്ല. നാളെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നാളെ രാവിലെയാണ് ഷൂട്ട് അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതും ഒരു സാരി ഷൂട്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും സാരി ഉടുക്കാൻ വലിയ പിടിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം സമയം എടുക്കും സാരി ഉടുക്കാൻ. അതുകൊണ്ട് നേരത്തെ എണീക്കണം. അപ്പോൾ യൂഷ്വലി എണീക്കുന്നതിലും നേരത്തെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ലേറ്റ് ആവില്ല. ഞാൻ മിക്കവാറും ഇനിയിപ്പോൾ ബുക്ക് വായിച്ചിട്ട് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നതേ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ബുക്കാണ്. അതെനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടു, എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ കുറേ പേര് സജസ്റ്റ് ചെയ്തൊരു ബുക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെ കുറേ മെസ്സേജസ് കണ്ടു. ഞാൻ ഇത് കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് എപ്പോഴേലും വായിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ബുക്സ് മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ ബുക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറെ കുറച്ച് ബുക്സൊക്കെയാണ് മേടിച്ചത്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് കൊച്ചിയിൽ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ ബുക്സ് വെക്കാൻ വരുമല്ലോ, ആ സമയത്ത് ഈ ബുക്ക് എനിക്ക് കിട്ടി. എന്നിട്ട് പിന്നെ അത് മേടിച്ചു. ഇപ്പം അതാട്ടോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ല ബുക്ക്. എനിക്ക് ഭയങ്കര സിമ്പിൾ മലയാളം. നമ്മൾ അതിൻ്റെ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ ഓത്തർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു സിനിമ കാണുന്ന രീതിയിലായിരിക്കും ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുകയെന്ന്, ഒരു സിനിമ ഫീല് കിട്ടുമെന്ന്. അത് ശരിയാട്ടോ. നമുക്ക് ഭയങ്കര സിമ്പിൾ മലയാളം, നമുക്ക് മനസ്സിലാവുന്ന മലയാളം, അധികം കട്ടി വേർഡ്സ് ഒന്നുമില്ല. എന്താ പറയുക, ഒരു നമുക്കിപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സീനുകൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പോകുമെന്ന് പറയില്ല, ആ സീനുകൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരുടെ ഇങ്ങനെ മുഖമൊന്നുമില്ല, പക്ഷെ ഒരു രൂപങ്ങൾ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല ബുക്ക്. ഞാൻ ഇതുവരെ വായിച്ചത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇപ്പം അതാട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈക്ക് ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ബുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കും. അത്രേ ഉള്ളൂ. പിന്നെന്താ, വേറെ ഇനി അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാനിനി ഉറങ്ങാൻ പോകുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കണ്ടല്ലോ. ഞാൻ ബുക്ക് വായിക്കും, കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. ആക്ച്വലി പ്രത്യേകിച്ചൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണ തന്നെയായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറേ എന്തോ ഒരു ഭയങ്കര ഹെവി ഫീൽ, എന്തോ അറിയില്ല. അപ്പോൾ അതിൻ്റെ റീസൺസ് വൈകാണ്ട് തന്നെ നിങ്ങൾ അറിയും. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറേ നല്ല വീഡിയോസ് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.